ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കുകയും അല്ലാത്തത് ഭാവിക്കുകയും ചെയ്യുന്ന മാനവരാശിയുടെ മുൻപിൽ എളിമ ധരിക്കുകയും തന്നെത്താൻ താഴ്ത്തുകയും ചെയ്ത ദിനമാണ് ക്രിസ്മസ്. ക്രിസ്മസിൽ നാം കാണുന്നത് ശൂന്യവത്കരിക്കുന്നതാകുന്ന അനുഭവമാണ്. നക്ഷത്രമാണ് ക്രിസ്മസിന്റെ പ്രധാനപ്പെട്ട അടയാളമായി നാം കാണുന്നത്. ക്രിസ്മസിന്റെ ദൂതറിയിച്ചുകൊണ്ട് അത്യുജ്വലമാകുന്ന ഒരു നക്ഷത്രം വാനിൽ ഉദിക്കുന്നു. നാം ആ അടയാളത്തിനെ ക്രിസ്മസിന്റെ ഓർമ്മയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രശസ്ത ചിത്രകാരനായ വാൻ ഗോഗിന്റെ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാവ് എന്നൊരു ചിത്രമുണ്ട്. ഈ ഓർമ്മയെ ജ്വലിപ്പിക്കുവാനായി വാൻ ഗോഗ് പറഞ്ഞു, യേശു മാർബിളിലോ നിറങ്ങളിലോ അല്ല, രക്തത്തിലും മാംസത്തിലുമാണ് ജീവിതചരിത്രം വരച്ചത്. ഒരു അടയാളമായി നിൽക്കുവാൻ ഒരു നക്ഷത്രത്തിന് അളവിൽ കൂടുതൽ വെളിച്ചം ബഹിർസ്ഫുരിക്കേണ്ടതുണ്ട്. നക്ഷത്രങ്ങൾ ദശലക്ഷം വർഷങ്ങൾ ജ്വലിച്ചതിന് ശേഷം അത് തമോഗർത്തമായി മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. കൂടുതൽ ശക്തിയോടെ എരിയുന്ന നക്ഷത്രം കൂടുതൽ വേഗത്തിൽ തമോഗർത്തമായി മാറും, സ്വയം ശൂന്യമാകും. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ അണഞ്ഞിടിഞ്ഞാൻ. ക്രിസ്തുവിനെ ലോകത്തിന് വെളിച്ചമാക്കി കൊടുക്കുന്നത് സ്വയം ശൂന്യമാകുന്ന നക്ഷത്രങ്ങളുടെ കഥയാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹജീവികളിലേക്ക്, ലോകത്തിലേക്ക് ക്രിസ്മസിന്റെ സന്ദേശം പകരണമെങ്കിൽ സ്വയം ശൂന്യമാക്കപ്പെടലിന്റെ ഒരു പ്രക്രിയ നമ്മിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്രിസ്മസിന്റെ കാലയളവിൽ ഈ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനിടയാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.